ചെലൂലൊക്കെ കാണാം കുട്ടികളെ ഏത് രീതിയിലാണെന്ന് വെച്ചാൽ അങ്ങനെ വിടും. അതോൻ അങ്ങനെയാണ്. ഓനെ എങ്ങനെ ആവണം നമ്മൾ തീരുമാനിക്കണം. അതിന് വേണ്ടി നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ ഡോക്ടർമാരെ കാണിക്കണം. എന്നിട്ട് വേണ്ട രൂപത്തിൽ അതിനെ ഡിസൈൻ ചെയ്ത് കൊണ്ടുവരണം. നമ്മളെ സൃഷ്ടാവ്, നമ്മൾ സൃഷ്ടിച്ചതാ കുട്ടികളെ. അവർക്ക് വെള്ളം ഭക്ഷണം കുറച്ച് കഷ്ടപ്പെട്ട് വളർത്തി കൊണ്ടുവരുന്നത് നമ്മളാ. പിന്നെ പ്രകൃതിയിൽ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ പറ്റൂല. അതല്ലേ ഞാനിപ്പോൾ ചീത്ത പറഞ്ഞ എല്ലാവരും എങ്ങനെ വേണം, എന്ത് വേണം, അങ്ങനെ ആക്കിക്കൊണ്ടുവരണം. എല്ലാം അള്ളാഹുവിൻ്റെ നിശ്ചയമാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിയാന്ന് പറയും. ഈ അള്ളാഹു നിശ്ചയിക്കണം, സൃഷ്ടിക്കണം. നിങ്ങൾ അള്ളാഹു അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾ അള്ളാഹു ആണ്, നിങ്ങൾ ഈശ്വരനാണ്, ഭഗവാനാണ് എന്ന് നിങ്ങൾ അറിയില്ല. നിങ്ങളൊരു ഉപകരണവും വേറെ ഒരു സൃഷ്ടിയാണ്, അടിമയാണ്, ഉപകരണം എന്ന് പറഞ്ഞ് നടക്കുന്നത്. ആ തലത്തിൽ നിന്ന് ഉപകരണത്തിൽ സൃഷ്ടാവിൻ്റെ തലത്തിലേക്ക്, പ്രപഞ്ചനാഥൻ്റെ ആ പൂർണ്ണതയിലേക്ക്, ആ തലത്തിലേക്ക് ഉയരണം നിങ്ങൾ. അത് ഉയർന്നത് കൊണ്ടാണ് കൃഷ്ണനും ബ്രാഹ്മണനും ബുദ്ധനും യേശുവും മുഹമ്മദും ഇതുപോലെയുള്ള ദൈവികമായവരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും എഴുതിക്കൊണ്ടിരിക്കുന്നതും ഞാനും പറയുന്നത് ഇതും. അതുപോലെ ആ തലത്തിലേക്ക് നിങ്ങളെയും അടിമയുടെ തലത്തിലേക്ക്, ദാസന്റെ തലത്തിൽ നിന്ന് നിങ്ങളെയും നാഥന്റെ തലത്തിലേക്ക്, പൂർണ്ണതയിലേക്ക് കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതുപോലെ ദൈവികമായവരെല്ലാവരും ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ ദൈവമാണ്, ഞാൻ ഈശ്വരനാണ്, ഞാൻ അള്ളാഹുവാണ്. നിങ്ങൾക്ക് ആർക്കും പറയാൻ കഴിയുന്നില്ല. ഒരു ഷേക്കിനും ഒരു വലിക്കും ഒരു സ്വാമിക്കും ഞാൻ ഈശ്വരനാണെന്ന് പറയാൻ കഴിയുന്നില്ല. കാരണം അവർക്ക് ഉറപ്പില്ല, ദൃഢരാവില്ല, വരുന്നില്ല, സംശയം, പ്രശ്നം. അതുകൊണ്ട് പൂർണ്ണത പ്രാപിക്കുന്നില്ല എന്നർത്ഥം. ഞാനിപ്പോൾ പറഞ്ഞ മതി, എനിക്ക് പൂർണ്ണ രൂപമുണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ, പ്രപഞ്ചനാഥൻ്റെ. എൻ്റെ പൂർണ്ണ രൂപമുണ്ട് എനിക്ക്. എല്ലാം ഞാൻ കണ്ടും അറിഞ്ഞു അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്കത് കാണിച്ചു തരാൻ പറ്റും. വരച്ച് കാണിക്കാൻ നിങ്ങൾക്ക് പറഞ്ഞ് വിശദമാക്കി. മാക്സിമം ഭാഷകൾ പരിമിതമാണ്. ആ പരിമിതമായ മാക്സിമം ഉള്ള ഭാഷയിലൂടെ പറഞ്ഞും കാണിച്ചും ബോധ്യപ്പെടുത്തി തരാൻ കഴിയും. പക്ഷേ ഇത് പൂർണ്ണമായി കണ്ടറിഞ്ഞ അനുഭവമായി ബോധോദയം ചെയ്ത് ദൈവ സാക്ഷാത്കാരം പ്രാപിച്ചു എന്നൊക്കെ പറഞ്ഞത്, ആ സാക്ഷാത്കാരമായി തീർന്നാൽ അവന് പറയുകയും കാണിക്കുകയും വരച്ചും പറഞ്ഞും ഒക്കെ കാണിക്കാൻ കഴിയും, കാണിച്ചു തരും. ഞാനും കണ്ടുകൊണ്ടിരിക്കും, ഞാൻ കാണിക്കുക നിങ്ങൾക്ക്.